Hi, today we will continue the discussion on basics of accounting. The topic today we are going to discuss is qualitative characteristics of accounting. Qualitative characteristics of accounting means the features of accounting. What are the qualitative features of accounting? So accounting should have it must fulfill certain characteristic features. Then only we will get the results of the business properly. So what are the characteristics to be fulfilled by a business concern in respect of accounting? So what are the characteristics? Understandability, that is the first one. So one important characteristic of accounting is understandability. That is, the user should understand what is given in the accounting statements. Accounting statements കൊടുത്ത കാര്യം യൂസർക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞു യൂസർക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ആരാണ് യൂസർ? യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്റ്റേണൽ യൂസർ ആൻഡ് ഇന്റേണൽ യൂസർ. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ യൂസേഴ്സ് ഉണ്ട് അക്കൗണ്ടിങ്ങിൽ. ആരാ എക്സ്റ്റേണൽ യൂസർ? എക്സ്റ്റേണൽ യൂസർ എന്ന് പറയുമ്പോൾ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, ഗവൺമെൻറ്, അങ്ങനെയുള്ളവരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇന്റേണൽ യൂസേഴ്സ് ആരാണ്? എംപ്ലോയീസ്, മാനേജ്മെൻറ്റ്, ഓണേഴ്സ്, അവരൊക്കെ ഇന്റേണൽ യൂസേഴ്സാണ്. അപ്പോൾ ഈ യൂസേഴ്സിന് മനസ്സിലാവണമെന്നാണ്. അപ്പോൾ ഈ കേസിൽ വി വിൽ അസ്യൂം ദാറ്റ് ദ യൂസർ ഈസ് എ പേഴ്സൺ വിത്ത് റീസണബിൾ നോളജ് ആൻഡ് സ്കിൽ. ഹി ഈസ് എ റേഷണൽ പേഴ്സൺ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് യൂസർ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം ഈ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ. അപ്പോൾ ചിലപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ചില വേർഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യും അക്കൗണ്ടൻസിയിൽ. അപ്പോൾ എന്ത് വേണം? ആവശ്യമായവിടെയൊക്കെ നരേഷൻ കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം ജേണൽ എൻട്രി എന്നൊരു സംഭവം വരുന്നുണ്ട്. നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ബുക്ക് ജേണലാണ്. ആ ജേണലിൽ നമ്മളൊരു പർട്ടിക്കുലർ ലാംഗ്വേജിലാണ് അത് എഴുതുന്നത്. ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് നരേഷനായിട്ട് എഴുതണം. സോ wherever necessary explanations must be given. So that will improve the understandability of the user. But we will remember one thing. What is that? We should not sacrifice or ignore complex information in the statements only because of the fact that the user may not understand it. അതായത് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ട് പിടിച്ച ചില ഫാക്റ്റുകൾ യൂസർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് പേടിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി വയ്ക്കാതിരിക്കാൻ പാടില്ല. അവർ മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ, അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയണം. ആ പറയുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കണം. വേണ്ടവിടെയൊക്കെ നരേഷൻസ് കൊടുക്കണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത് പറയുക തന്നെ വേണം. അവിടെ മനസ്സിലായില്ലയോ എന്നതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല. മനസ്സിലാവുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയണം. വേണ്ടവിടെ എക്സ്പ്ലനേഷൻസ് കൊടുക്കുകയും വേണം. ഇതാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. സിംപ്ലി പറഞ്ഞാൽ യൂസർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എഴുതണം. നമ്മളായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പാടില്ല. ബട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്, കോംപ്ലക്സ് ആയിട്ടുള്ള മാറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡബിൾ ആവില്ലയോ എന്ന് പേടിച്ച് എഴുതി വയ്ക്കാതിരിക്കാനും പാടില്ല. So everything must be mentioned, that must be mentioned in an understandable manner, communicative manner എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. നെക്സ്റ്റ് വൺ ഇസ് റെലവൻസ്. വാട്ട് യു മീൻ ബൈ റെലവൻസ്? റെലവൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് റെലവൻസ്? A matter is relevant when it helps the ഡിസിഷൻ മേക്കിംഗ് ബൈ ദ യൂസർ. ഈ എക്സ്റ്റേണൽ യൂസർക്കും ഇന്റേണൽ യൂസർക്കും ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പായിട്ടുള്ള ഇൻഫർമേഷനെയാണ് റിലവൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. അപ്പോൾ റിലവൻറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി ഗിവൺ ഇൻ ദ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് പറ്റുന്ന കാര്യങ്ങൾ അതിൽ എഴുതണം. ഒരു യൂസർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ബാങ്കിൽ നമ്മളൊരു ലോൺ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് ആവശ്യപ്പെടുന്ന നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. So relevance is very very important. അപ്പോൾ ആ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. ഈ റിലവൻസ് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും.
അപ്പോൾ ഈ റിലവൻറ്റിനെ പറ്റി പറയുന്ന സമയത്ത് എന്താണ് ഈ റിലവൻസിനെ പറ്റി പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റണം, അതായത് യൂസർക്ക് കൺഫേം ചെയ്യാൻ പറ്റണം ഇവരുടെ സിറ്റുവേഷൻ, ഐ മീൻ ഈ പർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ വെദർ ദേ ആർ ഏബിൾ ടു പേ ഓഫ് ഇറ്റ്സ് ഓബ്ലിഗേഷൻസ്, അതിൻ്റെ ഓബ്ലിഗേഷൻസ് കൊടുത്തു തീർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതിൻ്റെ ഏത് റിസ്കിനെയും ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതിന് പാസ്റ്റ് ഈവൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അത്തരമൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ റിലവൻസ് കൂടണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാനാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കാനാണ്, ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ അബ്നോർമലായിട്ടുള്ള ചില ഗെയിനോ ലോസോ ഒക്കെ ഉണ്ടെങ്കിൽ ആ അബ്നോർമൽ ഗെയിനും ലോസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ അതിൽ കൊടുക്കണം. എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചില വർഷങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ലോസ് ഉണ്ട്. അപ്പോൾ ഐ വിൽ ഗിവ് യു എൻ എക്സാമ്പിൾ. ഇപ്പോൾ കൊറോണയുടെ ഒരു സമയമാണ്. അപ്പോൾ നാച്ചുറലി ബിസിനസ്സൊക്കെ വളരെ ഡള്ളാണ്. ലോക്ക്ഡൗൺ പീരീഡിൽ ബിസിനസ് നടത്താൻ പറ്റാണ്ട് വരുന്നു. അപ്പോൾ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ലോസ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവും. അതൊരിക്കലും ഒരു നോർമൽ ഫീച്ചറല്ല. അപ്പോൾ നാളെ ഒരു യൂസർ ഇത് വെച്ചിട്ടാണ് ഈ ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, ഇതിന് ലോൺ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഡിസിഷനൊക്കെ എടുക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ലാഗ് എങ്ങനെ ഉണ്ടായി, പ്രോഫിറ്റിൽ ഇത്രയും റിഡക്ഷൻ എങ്ങനെ ഉണ്ടായി, അതിങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്നുള്ളത് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അതൊരു റിലവൻ്റ് ഇൻഫർമേഷനാണ്. അപ്പോൾ അങ്ങനെ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങളടക്കം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രമേ ഇൻഫർമേഷൻ റിലവൻ്റ് ആയിട്ട് മാറുകയുള്ളൂ. മാത്രമല്ല അത് കൃത്യസമയത്ത് കൊടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഡിസിഷൻ മേക്കിങ്ങിന് പറ്റില്ല. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് പറ്റുന്ന രീതിയിൽ ഇൻഫർമേഷൻ കൊടുക്കണം. അതാണ് റിലവൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എത്ര കണ്ട് ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ബിസിനസ്സിൻ്റെ എബിലിറ്റി എത്രയുണ്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് യൂസർക്ക് ഈ ബിസിനസ്സിൻ്റെ എബിലിറ്റി റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കണം. അത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റണം. ബിസിനസ്സിൻ്റെ ജഡ്ജ്മെൻറ്റ് കപ്പാസിറ്റി മനസ്സിലാക്കാൻ പറ്റണം. ഫ്യൂച്ചറിലെ അൺസർട്ടനിറ്റീസിനെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബിസിനസ്സിനുണ്ടോ എന്ന് അറിയാൻ കഴിയണം. അതൊക്കെയാണ്, അത്തരം ഇൻഫർമേഷനാണ് റിലവൻ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിലവൻ്റ് ആയിരിക്കണം. മറ്റൊന്ന് റിലയബിലിറ്റി. The users can rely on this information. അവർക്കത് വിശ്വസിക്കാൻ പറ്റണം. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ റിലയബിൾ ആയിരിക്കണം. റിലയബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് രണ്ട് രീതി പറയാം. റിലയബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് എല്ലാ ഓൾ ദി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ഇൻ ദ ബുക്സ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ പ്രോപ്പർ ഡോക്യുമെൻ്ററി എവിഡൻസസ്. നമ്മൾ ഏത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനും അതിൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് വേണം. ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ അതിൻ്റെ ഇൻവോയ്സ് വേണം. അതുപോലെ എഗ്രിമെൻറ്റുകൾ, കോൺട്രാക്റ്റുകൾ, അങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് നമ്മൾ ഫയൽ ചെയ്ത് വെക്കണം. അതൊന്ന്. മറ്റൊന്ന്, ചില ഇൻഫർമേഷൻ റിലവൻ്റ് ആയിരിക്കും, പക്ഷേ അത് അൺറിലയബിൾ ആയിരിക്കും. അങ്ങനെയുള്ള പ്രശ്നം വരാൻ പാടില്ല. റിലയബിളും റിലവൻറ്റും ആയിരിക്കണം. ഇപ്പോൾ ബിസിനസ്സിനെതിരെ ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ നമുക്കൊരു പക്ഷേ അഡ്വേഴ്സ് ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ, കോർട്ടിൻ്റെ ഡിസിഷൻ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ആ കോമ്പൻസേഷൻ ഈസ് ക്വൈറ്റ് അൺസർട്ടൺ. അപ്പോൾ ഇത്ര രൂപ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ട് അത്രയും ലോസ് ആയിട്ട് എഴുതാൻ പറ്റില്ല. അത് ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളത് ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രം മതി. അവിടെ ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് ഇങ്ങനൊരു കേസ് നടക്കുന്നുണ്ട്, അപ്പോൾ അതിന് ഇത്ര രൂപ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് ചിലപ്പോൾ വരാം എന്നുള്ള കാര്യം ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യുക. ഈ ഫേമിനെതിരായിട്ട് ആരോ കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണത് പറയേണ്ടത്. അപ്പോൾ അത് റിലയബിളും ആവും റിലവൻറ്റും ആവും. അപ്പോൾ റിലയബിൾ ആയിരിക്കണം ഇൻഫർമേഷൻ, അൺറിലയബിൾ ആവാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റ് ഒരു പോയിൻ്റ് ഉള്ളത് കമ്പാരബിലിറ്റി. കമ്പയർ ചെയ്യാൻ പറ്റണം. ഈ വർഷത്തെയും മുൻ വർഷങ്ങളിലെയും കമ്പയർ ചെയ്യാൻ പറ്റണം ഒരേ ബിസിനസ്സിൻ്റെ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് എൻ്റർപ്രൈസസുമായിട്ട് ബിസിനസ് വെഞ്ചേഴ്സ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റണം. സോ രണ്ട് തരത്തിലുള്ള കമ്പാരിസൺ ഉണ്ട്. ദാറ്റ് ഇസ് ഇന്റർ ഫേം കമ്പാരിസൺ ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസൺ. ഇന്റർ ഫേം കമ്പാരിസൺ ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസൺ. ഇന്റർ ഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ ഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഒരു ഫേമും മറ്റൊരു ഫേമും തമ്മിൽ കമ്പാരിസൺ ബിറ്റ്വീൻ ഫേംസ്. ഇൻട്രാ ഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ സെയിം ഫേം, ഒരേ ഫേമിൻ്റെ ഡിഫറൻറ്റ് പീരീഡ്സിലത്തെ അക്കൗണ്ട്സ് വരുന്നതിനെയാണ് നമ്മൾ ഇൻട്രാ ഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇത് രണ്ടും പറ്റുന്ന രീതിയിൽ വേണം ചെയ്യാൻ.
അപ്പോൾ അതെങ്ങനെ സാധ്യമാവും എന്ന് ചോദിച്ചാൽ അവിടെ യൂണിഫോമിറ്റി എന്നൊരു സംഭവം പറയുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതൊക്കെ പോളിസീസിൽ ചേഞ്ച് ഇല്ലാതെ യൂണിഫോമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ കമ്പാരബിലിറ്റി ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് വേണം പോളിസീസ് നമ്മൾ ഫോളോ ചെയ്യാൻ. ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കോമൺ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് ഫോളോ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പാരബിലിറ്റി ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ യൂണിഫോമിറ്റി വേണം നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ യൂണിഫോമിറ്റി വേണമെന്നൊരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ പോളിസിയിൽ ഒരു ചേഞ്ചും വരുത്താൻ പാടില്ല എന്നൊന്നും ഇല്ല. പോളിസി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോളിസി ചേഞ്ച് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് മെത്തേഡ് തെറ്റാണെന്ന് തോന്നിയാൽ അത് ചേഞ്ച് ചെയ്തേ പറ്റൂ. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് കണ്ടിന്യൂയിങ് ഇറ്റ്. അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ യൂണിഫോമിറ്റി വേണമെന്ന് പറയുന്നതുകൊണ്ട് തെറ്റെപ്പോഴും കണ്ടിന്യൂ ചെയ്യണം എന്നൊന്നും അർത്ഥമില്ല. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ചേഞ്ചസ് വരുത്തണം. ബട്ട് ഇൻ ഓർഡർ ടു എൻഷുവർ കമ്പാരബിലിറ്റി വി മസ്റ്റ് ഫോളോ ദ guidelines of Institute of Chartered Accountants of India, that is accounting standards, and also the generally accepted accounting principles. So these are the important characteristic features of accounting. Okay, we will meet with a new topic in the next class. Bye.